ഹായ് ഫ്രണ്ട്സ്, എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പത്രത്തിൽ വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ മണ്ഡലം. കേരള സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ മണ്ഡലമാണ് തളിപ്പറമ്പ് നിയോജക മണ്ഡലം. തളിപ്പറമ്പ് നിയോജക മണ്ഡലമാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ മണ്ഡലം. തളിപ്പറമ്പ് നിയോജക മണ്ഡലം. കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള OTT പ്ലാറ്റ്ഫോമാണ് സി സ്പേസ്. കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള OTT പ്ലാറ്റ്ഫോമാണ് സി സ്പേസ്. ഹ്രസ്വചിത്രം, ഫീച്ചർ ഫിലിം ഇവ ലഭ്യമാക്കുന്ന രാജ്യത്തെ ആദ്യ സർക്കാർ സംരംഭം കൂടിയാണ് സി സ്പേസ് എന്ന് പറയുന്നത്. ഹ്രസ്വചിത്രം, ഫീച്ചർ ഫിലിം എന്നിവ ലഭ്യമാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സർക്കാർ സംരംഭമാണ് സി സ്പേസ്. കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള OTT പ്ലാറ്റ്ഫോമാണ് സി സ്പേസ്. 2024 ഇറാസ്മസ് പ്രൈസ് നേടിയത് ആര്? ഇറാസ്മസ് പ്രൈസ് നേടിയത് അമിതാവ് ഘോഷാണ്. അമിതാവ് ഘോഷ് ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് അമിതാവ് ഘോഷ്. ഇതിൽ 1.35 കോടി രൂപയാണ് പുരസ്കാര തുകയായി ലഭിക്കുന്നത്. 1.35 കോടി രൂപയാണ് ഇറാസ്മസ് പ്രൈസിന് പുരസ്കാര തുകയായിട്ട് നൽകുന്നത്. ഈ പുരസ്കാരം നൽകുന്നത് നെതർലാൻഡ്സ് രാജാവ് രക്ഷാധികാരിയായിട്ടുള്ള ഇർസ്മിയാനം ഫൗണ്ടേഷനാണ്. ഇർസ്മിയാനം ഫൗണ്ടേഷൻ, നെതർലാൻഡ്സ് രാജാവ് രക്ഷാധികാരിയായ ഇർസ്മിയാനം ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരമാണ് ഇറാസ്മസ്. 2024 ഇറാസ്മസ് പ്രൈസ് നേടിയത് ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനായിട്ടുള്ള അമിതാവ് ഘോഷാണ്. അടുത്തത്, രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത വനിതയാണ് സുധാമൂർത്തി. രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത വനിതയാണ് സുധാമൂർത്തി. ഇൻഫോസിസ് ഫൗണ്ടേഷൻ്റെ മുൻ അധ്യക്ഷയും അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തകയും എഴുത്തുകാരിയുമായ വ്യക്തിയാണ് സുധാമൂർത്തി. ഇൻഫോസിസ് സ്ഥാപക ചെയർമാനായിട്ടുള്ള NR നാരായണമൂർത്തിയുടെ ഭാര്യ കൂടിയാണ് സുധാമൂർത്തി. നമുക്കിവിടെ 2 കാര്യങ്ങൾ ഓർത്തു വയ്ക്കാം. ഇൻഫോസിസ് സ്ഥാപക ചെയർമാനാണ് NR നാരായണമൂർത്തി. രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത വനിതയാണ് സുധാമൂർത്തി. മുംബൈയിൽ നടന്ന മത്സരത്തിൽ ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്റ്റീന ഫിസ്കോവയാണ് ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. ലോകസുന്ദരി മത്സരം നടന്നത് മുംബൈയിലാണ്. മുംബൈയിൽ വെച്ച് നടന്ന മത്സരത്തിൽ ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ക്രിസ്റ്റീന ഫിസ്കോവയാണ്. ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നുള്ള ക്രിസ്റ്റീന ഫിസ്കോവ. വയനാട്ടിൽ കണ്ടെത്തിയ പുതിയ ഇനം ഫംഗസാണ് സാമൂരി നോറം. വയനാട്ടിൽ കണ്ടെത്തിയ പുതിയ ഇനം ഫംഗസിൻ്റെ പേരാണ് സാമൂരി നോറം. പാക് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ആസിഫ് അലി സർദാരിയാണ്. പാകിസ്ഥാൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ആസിഫ് അലി സർദാരി. പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി PPP നേതാവാണ് അദ്ദേഹം. 2ാമത്തെ തവണയാണ് അദ്ദേഹം പ്രസിഡൻ്റ് ആകുന്നത്. പാകിസ്ഥാൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ആസിഫ് അലി സർദാരി. PPP നേതാവാണ്. 2ാം തവണയാണ് പ്രസിഡൻ്റ് ആകുന്നത്. അടുത്തത്, ഈ വർഷത്തെ ഓസ്കാർ പുരസ്കാരം നേടിയ മികച്ച ചിത്രമാണ് ഓപ്പൺഹൈമർ. ഈ വർഷത്തെ ഓസ്കാർ പുരസ്കാരം 2024 ഓസ്കാർ പുരസ്കാരം നേടിയ മികച്ച ചിത്രമാണ് ഓപ്പൺഹൈമർ സംവിധാനം ചെയ്ത വ്യക്തിയാണ് ക്രിസ്റ്റഫർ നോളനാണ് ഓപ്പൺഹൈമർ എന്ന സിനിമ സംവിധാനം ചെയ്തത്. നടൻ, സഹനടൻ ഇവ ഉൾപ്പെടെ 7 പുരസ്കാരങ്ങളാണ് ഈ ഒരു ചിത്രത്തിന് ലഭിച്ചിട്ടുള്ളത്. മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് കിലിയൻ മർഫി. സഹനടൻ റോബർട്ട് ഡൗണി ജൂനിയർ. അപ്പോൾ 2024 ഓസ്കാർ പുരസ്കാരം നേടിയ മികച്ച ചിത്രമാണ് ഓപ്പൺഹൈമർ. അതിൻ്റെ സംവിധായകനാണ് ക്രിസ്റ്റഫർ നോളൻ. നടൻ കിലിയൻ മർഫി, സഹനടൻ റോബർട്ട് ഡൗണി ജൂനിയർ. 7 പുരസ്കാരങ്ങളാണ് ഈ ഒരു ചിത്രം കരസ്ഥമാക്കിയിട്ടുള്ളത്. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളിയാണ് കോട്ടയം സ്വദേശിയായിട്ടുള്ള AS രാജീവാണ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറാണ് AS രാജീവ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളിയാണ് കോട്ടയം സ്വദേശിയായിട്ടുള്ള AS
രാജീവ്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ മുൻ MD ആയിരുന്നു അദ്ദേഹം. നിലവിലെ കേന്ദ്ര വിജിലൻസ് കമ്മീഷണറാണ് കോട്ടയം സ്വദേശിയായിട്ടുള്ള AS രാജീവ്. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള തുരങ്ക റെയിൽപാത തുറന്നത് ജമ്മു കാശ്മീരിലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള തുരങ്ക റെയിൽപാത തുറന്നത് ജമ്മു കാശ്മീരിലാണ്. ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽപാതയിലാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. T50 എന്നാണ് ഈ തുരങ്കപാതയുടെ പേര്. T50 12.77 കിലോമീറ്ററാണ് ഈ തുരങ്കപാതയുടെ നീളം. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള തുരങ്ക റെയിൽപാതയുടെ നീളം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12.77. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള തുരങ്ക റെയിൽപാത അറിയപ്പെടുന്ന പേരാണ് T50 എന്നാണ് അറിയപ്പെടുന്നത്. ജമ്മു കാശ്മീരിലെ ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽപാതയിലാണ് ഇത് തുറന്നിട്ടുള്ളത്. കാൻ ചലച്ചിത്രമേളയിൽ മികച്ച ഛായാഗ്രാഹകർക്ക് നൽകി വരുന്ന പുരസ്കാരമാണ് പിയർ ആൻജിനോ ട്രിബ്യൂട്ട്. കാൻ ചലച്ചിത്രമേളയിൽ മികച്ച ഛായാഗ്രാഹകർക്ക് നൽകി വരുന്ന പുരസ്കാരത്തിൻ്റെ പേരാണ് പിയർ ആൻജിനോ ട്രിബ്യൂട്ട്. ഈ ഒരു പുരസ്കാരത്തിന് അർഹനായ മലയാളിയാണ് സന്തോഷ് ശിവൻ. ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ഛായാഗ്രാഹകൻ കൂടിയാണ് സന്തോഷ് ശിവൻ. കാൻ ചലച്ചിത്രമേളയിൽ മികച്ച ഛായാഗ്രാഹകർക്ക് നൽകി വരുന്ന പിയർ ആൻജിനോ ട്രിബ്യൂട്ട് പുരസ്കാരത്തിന് അർഹനായ മലയാളിയാണ് സന്തോഷ് ശിവൻ. ഈ ഒരു പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായിട്ടുള്ള ഛായാഗ്രാഹകനാണ് സന്തോഷ് ശിവൻ. അടുത്തത്, വാധ്വൻ തുറമുഖ പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം. വാധ്വൻ തുറമുഖ പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിലാണ് വാധ്വൻ തുറമുഖ പദ്ധതി നിലവിൽ വരുന്നത്. ഇന്ത്യയിൽ ക്രിക്കറ്റ് പിച്ച് ക്യൂറേറ്ററായ ആദ്യ വനിതയാണ് ജസീന്ത കല്യാൺ. പിച്ച് ക്യൂറേറ്റർ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം, പലർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ ക്രിക്കറ്റ് കളിക്കാനായിട്ട് നിൽക്കുന്ന ആ ഒരു പ്ലേസിനെയാണ്, ആ ഒരു സ്ഥലത്തിനെയാണ് പിച്ച് എന്ന് പറയുന്നത്. ആ ഒരു സ്ഥലത്ത് എത്ര ഗ്രാസ് ഉണ്ടായിരിക്കണം, അതിൻ്റെ പിച്ച് എങ്ങനെയുള്ളതായിരിക്കണം, അതുപോലെ റോളിംഗ് എങ്ങനെയായിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുക, അതുപോലെ തന്നെ അതെല്ലാം നോക്കിക്കൊണ്ടുപോകുന്ന വ്യക്തിയാണ് പിച്ച് ക്യൂറേറ്റർ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞതാണ്, മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ത്യയിലെ ക്രിക്കറ്റ് പിച്ച് ക്യൂറേറ്ററായ ആദ്യത്തെ വനിതയാണ് ജസീന്ത കല്യാൺ. ഇന്ത്യയിൽ ക്രിക്കറ്റ് പിച്ച് ക്യൂറേറ്ററായ ആദ്യ വനിത ജസീന്ത കല്യാൺ. സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര മണ്ഡലമാണ് തളിപ്പറമ്പ്. സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര മണ്ഡലമാണ് തളിപ്പറമ്പ്. കേരള സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര മണ്ഡലം തളിപ്പറമ്പ്. കേരള ബാങ്കിൻ്റെ പുതിയ CEO ആണ് ജോർട്ടി എം ചാക്കോ. കേരള ബാങ്കിൻ്റെ പുതിയ CEO ആണ് ജോർട്ടി എം ചാക്കോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്